ഹായ് ഓൾ, നമുക്ക് ഗ്രീൻ പീസ് കൊണ്ടുള്ളൊരു സ്റ്റൂ കണ്ടാലോ. ഇത് മമ്മി ഞാൻ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഈ 50 നോമ്പിൻ്റെ സമയത്ത് ഞായറാഴ്ചകളിലൊക്കെ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്നൊരു സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. 2 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മീഡിയം സൈസ് സവാള, 2 മീഡിയം സൈസ് പൊട്ടറ്റോസ്, പിന്നെ ഒരു മീഡിയം തക്കാളി, 3 ബീൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ എടുക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതാകുമ്പോൾ നമുക്ക് തലേദിവസം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഗ്രേവിയുടെ അനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ നമുക്കത് കൂട്ടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് മൂടി അടച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിലും ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത്. ഈ ടൈമിൽ നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് വേവ് നോക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനെയും ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിവിടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളതിലേക്ക് നമ്മുടെ കുക്കറിലെ കറി ഇട്ട് കൊടുക്കുക. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ 1ാം പാൽ ഒഴിക്കണം. ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഗ്രീൻ പീസ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കുക, അഭിപ്രായം പറയാം. അപ്പം ഓക്കെ ഗൈസ്.